നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതിൽ പ്രതിപക്ഷ നേതാവും സംസാരിച്ചിരുന്നു. അദ്ദേഹം അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടിയന്തര പ്രമേയത്തിന് അതിൻ്റെ മറുപടി പറയുമ്പോൾ കൃത്യമായി പറഞ്ഞു. അതായിരുന്നു ചോദ്യം അല്ലേ? അതാരുടെ ചോദ്യം? ഓ എന്ന് പറഞ്ഞു? ഇന്നലെ പറഞ്ഞു. അത് പ്രതിപക്ഷ നേതാവ് ഒരു ഉത്തരം പറയേണ്ടതായിട്ടുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് യുവമോർച്ചയുടെ ചിലരല്ല 400ഓളം പേർ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതായത് യുവമോർച്ചയുടെ ആളുകൾ 400ലധികം വോട്ടുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ ചെയ്തതായിട്ട് പറഞ്ഞു. ഗൗരവതരമായിട്ടുള്ള കാര്യമല്ലേ? ഇപ്പോഴാണ് എന്തിനാണ് കോൺഗ്രസ്സോ അല്ല, ഇന്നലെ എൻ്റെ ഓഫീസിൽ നേരെ മാർച്ചായിരുന്നല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ, എന്തിനാണ് അവർ ഈ പ്രശ്നം ബഹളം ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഈ രഹസ്യമെല്ലാം പുറത്തു വരുമല്ലോ, വന്നില്ല ഇപ്പോൾ, ഞാൻ പറയട്ടെ. അപ്പോൾ ഈ രഹസ്യങ്ങൾ പുറത്തു വരുമല്ലോ, ഇവരുടെ തെളിവ് സഹിതമുണ്ട്. ഇതൊന്ന് മറുപടി പറയാമെങ്കിൽ അവർ തെളിവ് പുറത്തുവിടുമെന്നല്ലേ പറഞ്ഞത്. ഞാനങ്ങനെയാണ് ഇന്നലെ ടെലിവിഷനിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സത്യങ്ങൾ പുറത്തു വരുമെന്നുള്ളതിൻ്റെ ഒരു അന്താളിപ്പിലാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതൊക്കെ. എന്തുകൊണ്ടാണ് മാർച്ച് നടത്തിയെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് അതീവ ഗൗരവതരമാകുന്നത്. അപ്പോൾ യുവമോർച്ചയിൽ നിന്നാൽ BJPയിൽ നിന്നാൽ ഒരു പ്രശ്നവുമില്ല. അത് അവർ ആ രാഷ്ട്രീയ ഉപേക്ഷിച്ചതിന് ശേഷം ഇടതുപക്ഷത്തേക്ക് അവർ വന്നാൽ അവരെ ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ പരിപാടിയായിരുന്നു അത്. അപ്പോൾ തീർച്ചയായിട്ടും അവരിപ്പുറത്ത് വന്നാൽ ഇവർക്ക് അന്താളിപ്പാവും. കാരണം രഹസ്യങ്ങളൊക്കെ പുറത്താവുമല്ലോ. ഈ ഒരു ബാന്ധവം എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് പുറത്തു വരാൻ പോവുകയാണല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പത്തനംതിട്ട ജില്ല ഇടതുപക്ഷത്തോടൊപ്പം കൂടുതലായിട്ട് ആളുകൾ എത്തിച്ചേരുന്നത് അത് ഓരോ ഇപ്പോൾ തുടങ്ങിയതാണോ? ഇവിടുത്തെ പ്രവീണൊക്കെ ഉൾപ്പെടെ അറിയാലോ. എല്ലാ ദിവസവും എത്രയോ കഴിഞ്ഞ സമീപ വർഷങ്ങളിൽ ധാരാളം ആളുകൾ, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളുകൾ നമ്മുടെ അടുത്തേക്ക് എത്തുന്നില്ലേ? മുൻ DCC പ്രസിഡന്റുമാർ ഉൾപ്പെടെ എത്തിയില്ലേ? മുൻ നഗരസഭാ അധ്യക്ഷന്മാരുൾപ്പെടെ എത്തുന്നില്ലേ? തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എത്തിയില്ലേ? അതോടൊപ്പം ഇത് ഇപ്പോഴല്ല, കുറേ നാളുകളായിട്ട് അങ്ങനെ ഒരു വലിയ രീതിയിൽ ഇടതുപക്ഷത്തേക്ക് ആളുകൾ എത്തുന്നുണ്ട്. CPIMലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അത് ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ അന്താളിപ്പ് ചിലർക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാവുന്നത്. അത് പോലീസ് നടപടി സ്വീകരിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ പത്തനംതിട്ട പോലീസ് പറയുന്നത് ഇതായത് അന്വേഷിച്ച് തമിഴ്നാട്ടിലടക്കം പോലീസ് പോയെന്നാണ്. പക്ഷേ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുള്ളൂ, പോലീസിൻ്റെതായ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ തന്നെ SP ഇവിടെ കൊടുത്ത പുരസ്കാരം നിങ്ങൾ കണ്ടില്ലേ? അതായത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു RTA കേസാണ്, ഒരു മർഡർ കേസ് എന്നുള്ളത് സ്പെഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. ഇത് കേരളത്തിലുടനീളം പോലീസ് തന്നെ അങ്ങനെയാണ്. പോലീസിൻ്റെതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിലൊരു വിഷമവും വേണ്ട, അത് നടപടികൾ സ്വീകരിച്ച് തന്നെ പോകും. ആര് തെറ്റ് ചെയ്താലും ഒരാളും സംരക്ഷിക്കപ്പെടില്ല, അത് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. അതിൽ ഈ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയവരെ തോളിൽ കൈയിട്ട് പീഡനത്തെക്കുറിച്ച് സംസാരിക്കുന്ന സംസ്കാരം അല്ല CPIMൻ്റേത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ പോലീസിൻ്റെ നടപടി സ്വീകരിക്കും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വ്യക്തമാണ്. അതിൽ ഇപ്പോൾ ഒരു നമ്മുടെ നിയമസഭയിലുള്ള ചില അംഗങ്ങൾ ഏതൊക്കെ വകുപ്പുകളാണ് സംബന്ധിച്ച് ചുമത്തപ്പെട്ടിട്ടുള്ളത്? ചില വിചാരണ തുടങ്ങാനായിട്ട് പോവുകയാണ്, കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് BJPയിലോ യുവമോർച്ചയിലോ ഇവരൊക്കെ ഉള്ളപ്പോൾ ഇവർക്ക് ഒരു പ്രശ്നവുമില്ല. ഈ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളതിൻ്റെ അന്താളിപ്പാണ് നമ്മൾ കണ്ടത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വ്യക്തമാണ്, അത് കൃത്യമായ നടപടികളിലൂടെ പോലീസിൻ്റെ നടപടികൾ സ്വീകരിച്ച് തന്നെ പോകും. അതിലൊരു ആശങ്കയും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ധാരാളമായിട്ട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് പാർട്ടി നടത്തിയ പരിപാടിയാണ്. ആ പരിപാടിയുടെ അന്ന് മാത്രമാണോ ആദ്യമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ഇടതുപക്ഷത്തേക്ക് CPIMലേക്ക് ആളുകൾ എത്തുന്നത്? ആ പരിപാടിയിൽ ഉൾപ്പെടെ പങ്കെടുത്ത നമ്മുടെ മുൻ DCC പ്രസിഡന്റ് ഉണ്ട്, കോൺഗ്രസിൽ നിന്ന് വന്ന ആളുകളുണ്ട്, BJPയിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അപ്പോൾ ധാരാളമായിട്ട് ആളുകൾ എത്തുന്നുണ്ട്. അവരൊരു കാലത്ത് ചെയ്ത അല്ലെങ്കിൽ ആ രീതിയിലുള്ള രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് ശരിയായ പാതയിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ്. ഇനി
ബാക്കി കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പോലീസ് സ്വീകരിക്കേണ്ട നടപടി പോലീസ് സ്വീകരിക്കും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ വളരെ കർശനവും വ്യക്തവുമായ നിലപാടാണ് ഉള്ളത്.